ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 35-ാം തിരുവചനം. യേശു അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകുക. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. യേശുവിൽ പ്രിയരെ, ലൂക്കാ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ സിനഗോഗിൽ ഉണ്ടായിരുന്നു. സിനഗോഗിലാണ് അവൻ ഉണ്ടായിരുന്നത്, തെരുവീതിയിലല്ല. ഈശോയെ കണ്ടപ്പോൾ അവൻ യേശുവിനെ വളരെ നല്ല രീതിയിലാണ് അഭിസംബോധന ചെയ്തത്. ലൂക്കാ സുവിശേഷം 4:34 പറയുന്നു, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഒരു വശത്ത് നോക്കുമ്പോൾ അവൻ യേശുവിനെ ഏറ്റുപറയുകയും ഈശോയെ സ്തുതിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈശോ അവനോട് പറയുന്നു, മിണ്ടരുത്, മിണ്ടരുത്. ദൈവസ്തുതിപ്പ് ഈശോ അവിടെ നിർത്തലാക്കുകയാണ്. അവനോട് പറഞ്ഞു, മിണ്ടരുത്. ആ പിശാചിനോട് മിണ്ടരുത് എന്ന് പറയുമ്പോൾ വചനം പറയുന്നു, അവനെ വിട്ടുപോകാൻ പറയുമ്പോൾ അവൻ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷമാണ് പോയത്. പിശാച് യേശുവിനെ തള്ളിപ്പറഞ്ഞല്ല പോയത്, യേശുവിനെ ഏറ്റുപറഞ്ഞിട്ടാണ് പോയത്. എന്തുകൊണ്ടാണ് ഈശോ ആ പിശാചിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞത്? സാധാരണ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അല്ലെങ്കിൽ ധ്യാനിച്ചാൽ യാതൊരു മറുപടിയും അതിൽ കിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ ശക്തമായ ചില ബോധ്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. പ്രാർത്ഥനയിലും സ്തുതിച്ചുകൊണ്ടുമാണ് പിശാച് യേശുവിനോട് ഇടപെടുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈശോയോട് പിശാച് ഇടപെടുന്നത് പ്രാർത്ഥനയോടും സ്തുതിപ്പോടും കൂടെയാണ്. അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. എന്നാൽ ഈശോ അവന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എഫേസൂസ് ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, 4:27, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഒരു വ്യക്തിയുടെ അനുഭവം ഈ വചനം വായിക്കുമ്പോൾ കൃത്യമായി ഓർമ്മ വന്നു. സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്ന ഭവനം, വളരെ സന്തോഷത്തോടുകൂടെ അവരെന്നും പ്രാർത്ഥനയിൽ സംബന്ധിക്കും. പക്ഷേ ആ കുടുംബത്തിനൊരു പ്രശ്നമുള്ളത്, കുടുംബനാഥൻ പലപ്പോഴും പ്രാർത്ഥനയിൽ സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്പം മാറിയിരുന്നാണ് പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. ഒരിക്കൽ പോലും പ്രാർത്ഥനയിൽ അദ്ദേഹം ചേർന്ന് പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ആ കൂട്ടായ്മയിലുണ്ട് താനും. വചനം അവർ പ്രാർത്ഥന കഴിഞ്ഞ് അവസാനം മണിക്കൂറുകളിൽ വചനം വായിച്ചാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുക. വചനം വായിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം എല്ലാവരും ശാന്തരായിട്ടിരിക്കും ആ വീട്ടിൽ. ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുക മൗനമായിട്ട്. കർത്താവിൻ്റെ ആത്മാവ്, ഇന്ന് ഞങ്ങൾ ശ്രവിച്ച വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നൽകണമേ. വലിയ ശാന്തതയിൽ ഇവർ ദൈവവചനം ഇങ്ങനെ കണ്ണുകളടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അന്ന് അവരുടെ സന്ധ്യാപ്രാർത്ഥനയിൽ വായിച്ചു നിർത്തിയ വചനഭാഗം കർത്താവിൻ്റെ മുന്നിൽ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുന്നതാണ്. എല്ലാവരും കല്ലുകളായിട്ടാണ് വന്നിരിക്കുന്നത്. കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമമൊക്കെ പറഞ്ഞാ വരിക. എന്നാൽ ഈശോ ആ ജനത്തോടായിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ കല്ലെറിയട്ടെ. നമ്മൾ വചനത്തിൽ വളരെയേറെ നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണ്, എല്ലാവരും കല്ലുകൾ താഴെയിട്ട് താങ്കളുടെ വഴിക്ക് പോയി. ഒരു വ്യക്തി പോലും അവളെ കല്ലെറിഞ്ഞില്ല. ഇവർ ഈ വചനഭാഗം വായിച്ചു നിർത്തിയതിന് ശേഷം ശാന്തമായി അങ്ങിരിക്കുകയാണ് എല്ലാവരും. പരിപൂർണ നിശബ്ദത ആ വീട്ടിൽ നിറഞ്ഞു. ഇന്നേ വരെ പ്രാർത്ഥനയിൽ ഒരു കാര്യം പോലും ഏറ്റു പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ ഏറ്റു ചൊല്ലാത്ത ആ പിതാവ്, കുടുംബനാഥൻ, ആ പുറത്തിങ്ങനെ ചാരിയിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പെട്ടെന്നൊരു വാക്ക് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഈശോയും കല്ലെറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു നിർത്താണ്, ഈശോയും കല്ലെറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മനുഷ്യൻ നിശബ്ദനായി. എന്നോടത് പറഞ്ഞ വ്യക്തി പറയാണ്, ആ സെക്കൻഡ് തൊട്ട് ഈ മനുഷ്യനൊന്ന് ഞെട്ടിപ്പോയി എന്നാ പറയാ. അയാൾ പറയുന്നു, ഈശോ കല്ലെറിഞ്ഞില്ല എന്ന് എൻ്റെ പിതാവ് അവിടെ ഇരുന്ന് അങ്ങനെ പറയുമ്പോൾ ഈശോയിൽ പാപമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പാപം ഉണ്ടായിട്ടാണല്ലോ കല്ലെറിയാഞ്ഞത് എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഈശോയിൽ പാപം ഉണ്ട് എന്ന മട്ടിലാണ് ആ പിതാവ് പറഞ്ഞു നിർത്തുക, ഈശോയും കല്ലെറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറയാണ്, 5 വർഷത്തോളം
ഈ ചിന്ത എൻ്റെ ഉള്ളിൽ കിടന്നു. 5 വർഷത്തോളം ഞാൻ ഈശോ എന്തുകൊണ്ടാണ് കല്ലെറിയാഞ്ഞത്, ഈശോ കല്ലെറിയാഞ്ഞത് ഈശോയിൽ പാപമുള്ളത് കൊണ്ടല്ലേ എന്ന ഒരു ചിന്ത എന്നെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു നിർത്തുകയാണ്, എന്തുകൊണ്ടാണ് ഈശോ കല്ലെറിയാറുന്നത്? പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ പാപമില്ല എന്ന് പറഞ്ഞു വന്ന ഈശോ എന്തുകൊണ്ട് കല്ലെറിഞ്ഞില്ല? ഈ മനുഷ്യൻ പറയാണ്, ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, ഈശോ വന്നത് നശിപ്പിക്കാനോ രക്ഷിക്കാനോ? അദ്ദേഹം പറഞ്ഞു, രക്ഷിക്കാൻ. അങ്ങനെയെങ്കിൽ രക്ഷിക്കാൻ വന്നവൻ ശിക്ഷിക്കാനല്ല ഒരുമ്പെടുന്നത്, രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് ഈശോ കല്ലെറിയാതിരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, അപ്പോൾ അന്ന് അങ്ങനെ സംസാരിച്ച് കേട്ടതോ? ഞാൻ പറഞ്ഞു, അത് പിശാച് ആ വ്യക്തിയുടെ വായിലൂടെ, അധരത്തിലൂടെ നിന്റെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതാണ്. ഈ മനുഷ്യൻ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 5 വർഷം യേശു ക്രിസ്തുവിനെ ഈ മനുഷ്യൻ സംശയിച്ച നാളുകളിലൊന്നും ഇയാളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമോ ഒരു പുരോഗതിയോ ഉണ്ടായിട്ടില്ല. യേശു ക്രിസ്തുവിനെ 5 വർഷക്കാലമാണ് ഈ മനുഷ്യൻ സംശയിച്ചത്. ഒരു വ്യക്തിയുടെ അധരത്തിലൂടെ വീണ ഒരു വിടുവായത്തരം അല്ലെങ്കിൽ ഒരു 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 മോശമായ ഒരു വാക്ക് യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിന്ന് ഇയാളെ പുറകോട്ട് വലിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന വചനം ഇവിടെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് യേശു തന്നെ സ്തുതിച്ചു പറഞ്ഞു തുടങ്ങിയ പിശാചിന്റെ വായടച്ചത്. മിണ്ടരുത്. ഈശോ പറഞ്ഞു, മിണ്ടരുത്. ശാസിച്ചുകൊണ്ടാ പറഞ്ഞത്, മിണ്ടരുത്, മിണ്ടരുത്. അവനെ വിട്ടു പോകാൻ പറയുന്നു. പിശാച് യേശുവിനെ വിട്ടു പോവുകയാണ്. നമ്മളെന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാചിന്റെ വാക്കുകൾ നമ്മുടെ ചെവിട്ടിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആ വാക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ആ വാക്കിന്റെ പുറകെ നമ്മൾ പലപ്പോഴും ഒത്തിരി നാളുകൾ, വർഷങ്ങൾ വരെ സഞ്ചരിക്കുകയും ആ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വിശേഷപ്പെട്ട പല അനുഗ്രഹങ്ങളും നമുക്ക് അന്യമായി പോവുകയും ചെയ്യും. കർത്താവ് ഈ മണിക്കൂറുകളിൽ അതിശക്തമായ ബോധ്യം തരികയാണ്, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് എത്രത്തോളം സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ അങ്ങോളം ഇങ്ങോളം ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-ാം തിരുവചനം. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഈശോ പറയാണ് പത്രോസിനോട്, സാത്താനെ, നീ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ്. നോക്കുക, യേശു ക്രിസ്തുവിന് പോലും പ്രതിബന്ധം സൃഷ്ടിക്കാൻ പിശാച് വ്യക്തികളെ പ്രയോജനപ്പെടുത്തുന്നു. രക്ഷാകര പദ്ധതിക്ക് വിലങ്ങുതടിയാവാൻ പിശാച് അതിശക്തമായിട്ട് അവിടെ പത്രോസിനെ എടുത്ത് പ്രയോഗിക്കുകയാണ്. ഏതാനും അധ്യായങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ എല്ലാ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് അതിശക്തമായി അഭിഷേക നിറവിൽ ഏറ്റുപറഞ്ഞവനാണ് പത്രോസ്. ഈ പത്രോസ് തന്നെ കർത്താവിന്റെ പീഡാനുഭവ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈശോയോട് പറയുന്നത്, ഒന്ന്, ഒരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തോടും ഒരു യാചനയോടും ഒരു ബഹുമാനത്തോടു കൂടെയൊക്കെ പറയാണ്, ദൈവം കനിയട്ടെ, കർത്താവ്, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ശാസനയോടും വൈരാഗ്യത്തോടും അല്ല പറയുന്നത്, എളിമയോടെ, പ്രാർത്ഥനയോടെ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് പറയുക. പക്ഷെ ആ സംസാരത്തിൽ മറഞ്ഞിരിക്കുന്നത് പിശാചാണെന്ന് യേശുവിന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ എനിക്ക് പ്രതിബന്ധം, നീ എനിക്ക് പ്രതിബന്ധം. യേശുവിന് പോലും ചില വാക്കുകൾ പ്രതിബന്ധം സൃഷ്ടിക്കാൻ പിശാച് ഇറങ്ങി തിരിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തികളുടെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന ചില വാക്കുകൾ നമ്മെ അങ്ങോളം ഇങ്ങോളം ഉഴുതുമറിക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ചറിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമ്മുടെ കാലം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ സഹോദരൻ പറയാണ്, 5 വർഷമാണ് എൻ്റെ പോയത്. 5 വർഷം സ്വന്തം പിതാവിന്റെ വായിൽ നിന്ന് വീണതാ. സ്വന്തം പിതാവിന്റെ വായിൽ നിന്ന് വീണതാണ്. ഈശോയും അവളെ കല്ലെറിഞ്ഞില്ല. പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നാ പറഞ്ഞേ. ഈശോയും കല്ലെറിഞ്ഞില്ല. അവൻ പറയാണ്, ആ വാക്ക് കേട്ടപ്പോ എൻ്റെ ഉള്ളില് ഒരു വല്ലാത്തൊരു അവസ്ഥയാ കയറി വന്നേ. ആ നിമിഷം തൊട്ട് ഈ മനുഷ്യൻ ഈശോയെ സംശയിക്കാൻ തുടങ്ങി. കണ്ടോ, രക്ഷിക്കാൻ വന്നവനെ പോലും സംശയിക്കുന്ന മനോഭാവം. അതിന്റെ അനന്തര ഫലം എന്തെന്നറിയോ? താഴ്ന്നുകൊണ്ടേയിരിക്കും. കടലിന് മീതെ നടന്നവനെ യേശു കരം പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് അത്രയും സമയം ദൈവത്തിന്റെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങിയ പത്രോസ് താഴാൻ തുടങ്ങിയത് സംശയിച്ചപ്പോഴാ. നമ്മുടെ ജീവിതത്തിൽ ചില വാക്കുകൾ നമ്മെ
നേരെ താഴേക്ക് ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ ഉന്നതിയുമായി കാത്തു നിൽക്കുന്ന ദൈവത്തിൽ നിന്ന് മാറിയിട്ട് ചില മനുഷ്യരുടെ വാക്കുകളിലൂടെ പ്രവർത്തിക്കുന്ന പിശാചിന് നമ്മൾ ആമേൻ പറയുകയാണ്. പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശക്തനായ ദൈവത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം മാനുഷിക വാക്കുകളിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക ബോധ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മുടെ അനുഗ്രഹത്തിന്റെ കാലം നമ്മളിങ്ങനെ അകറ്റി 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 മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 24 തുടങ്ങി 26 വരെ തിരുവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടു പോയതിനെ കുറിച്ചുള്ള വചനം നമുക്ക് സുപരിചിതം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ, എന്നിട്ട് അതിൽ പറഞ്ഞു വയ്ക്കുക ഇപ്രകാരമാണ്. അശുദ്ധാത്മാവ് പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ. ആദ്യം പറയുന്നത് ഒരുവനെ വിട്ടുപോയാൽ, പിന്നീട് പറയുന്നത് ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ. അവൻ ഒരുവൻ എന്ന് പറഞ്ഞു, തുടർന്ന് ഭവനം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുക? നിങ്ങൾ ദൈവത്തിന്റെ വയലും വീടും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ കുറിച്ച് പറയുന്നത്. ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ. പ്രിയപ്പെട്ടവരെ, ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായിട്ട് കാണുന്നു. എങ്ങനെ കണ്ടു? ഒരു വീടിന്റെ ഉള്ള് അടിച്ചുവാരിയതായിട്ട്. പിശാച് പുറമേ നിന്ന് നോക്കിയതല്ല, വീടിന്റെ അകം അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തിന്റെ അകത്ത് ഇവൻ പ്രവേശിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇവൻ അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. അവൻ അകത്ത് കയറി കണ്ടു. അവന്റെ അവസരം കൊടുത്തത് കൊണ്ടാണ് അവൻ അത് കണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, വായ്ക്ക് വാതിലും പൂട്ടും വയ്ക്കുക. വായ്ക്ക് വാതിലും പൂട്ടും വയ്ക്കുക. നിന്റെ വായിലൂടെ പിശാച് വരുമെന്നാ പറയാ. ഇതിനൊരു മുന്നറിയിപ്പുണ്ട്. നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നത് പലപ്പോഴും ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. ശക്തനായ പത്രോസിന്റെ വായിലൂടെ വരെ പിശാചിന് ഇങ്ങനെ ഒരു അടവ് നയം പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ അതരങ്ങളും, നമ്മൾ ഇടപെടുന്ന വ്യക്തിയുടെ അതരങ്ങളും ഒക്കെ നമ്മളെ എത്രത്തോളം അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവനും അശുദ്ധമായ അതരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനും. ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവനും അശുദ്ധമായ അതരങ്ങളുള്ളവരുടെ മധ്യവസിക്കുന്നവനും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയിലാണ്. കൂട്ടായ്മയില് അതിൽ ഭൂരിപക്ഷവും അദ്ദേഹം അശുദ്ധിയെക്കുറിച്ചാണ് പറയുക. നമ്മുടെ അതരത്തിലൂടെ പിശാച് നമുക്ക് പലപ്പോഴും കെണിയൊരുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സാത്താന് അവസരം കൊടുക്കാതിരിക്കാൻ നമ്മളെ തന്നെ വളരെ 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 പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മിണ്ടരുതെന്ന് ശക്തമായ ശാസന ദൈവം അവന് കൊടുത്തപ്പോൾ അവൻ തള്ളിയിട്ടങ്ങ് പോയി. നമ്മളെ എത്രയോ തവണ ദൈവം ശാസിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 40 ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ചു. നമുക്കറിയാം, ഒരു ഉപവാസം എന്നാൽ ഒരു ശുദ്ധീകരണ പ്രവൃത്തിയുടെ ഭാഗമാണ്. വിശുദ്ധീകരണവും ശക്തിയാർജിക്കലും ഒക്കെ അതിൽ നടക്കുന്ന കാര്യമാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ഉടനെ പിശാച് വരികയാണ്. പിശാച് വന്നിട്ട് നമുക്കറിയാലോ, പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. നീ ദൈവപുത്രനാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, പിശാചിന് ഈശോയോട് കരുണ തോന്നിയത് കൊണ്ടോ ഈശോയുടെ ക്ഷീണം കണ്ടിട്ട് ഈശോയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വേദന കൊണ്ടൊന്നുമല്ല. അത്രയേറെ വേദന ഉണ്ടെങ്കിൽ പിശാചിന് തന്നെ അങ്ങ് കല്ല് അപ്പമാക്കി കൊടുത്താൽ പോരായിരുന്നോ? ഇവിടെ പറയാണ്, നീ കല്ലുകളോട് അപ്പമാകാൻ പറയുക. പിശാചിന്റെ വാക്ക് കേട്ട് ഈശോ കല്ല് അപ്പമാക്കാൻ പോയാൽ ഈശോയുടെ വാക്ക് പിന്നെ പിശാചിന്റെ നിയന്ത്രണത്തിലാണ്. ശ്രദ്ധിക്കണമേ, പിശാചിന്റെ വാക്ക് കേട്ട് ഈശോ കല്ല് അപ്പമാക്കാൻ പോയാൽ പിന്നെ ഈശോയുടെ വാക്കുകളെല്ലാം പിശാചിന്റെ നിയന്ത്രണത്തിലാണ്. ഈ ഒരു തന്ത്രം അവൻ അവിടെ പ്രയോഗിക്കുകയാണ്. നാം കേൾക്കുന്നുണ്ടല്ലോ തിരുവചനത്തിലൂടെ, ദൈവവചനം ആരുടെ അടുത്തേക്ക് ചെന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ പിശാചിന്റെ വാക്ക് അനുസരിക്കുന്നവൻ ആരുടേതായിട്ട് മാറും? ദൈവവചനം ആരുടെ അടുത്തേക്ക് അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ പിശാചിന്റെ വാക്കനുസരിക്കുന്നവൻ ആരുടെ അടിമയായിട്ട് മാറും? പിശാചിന്റെ അടിമ. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. വചനം പറഞ്ഞ്, രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ വചനം പറഞ്ഞ ചാടിക്കാൻ നോക്കുക. വചനം പറഞ്ഞ് ചാടിക്കാൻ നോക്കുകയാണ്. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളും. വചനം പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ,
ഈ വചനം പറഞ്ഞ് ചാടിക്കാൻ നോക്കുമ്പോൾ പിശാചിന്റെ വാക്ക് കേട്ട് യേശു അങ്ങ് ചാടിയിരുന്നെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും വചനം പറയുമ്പോൾ യേശുവിന് സ്വാതന്ത്ര്യമോ യേശു വഴി മറ്റൊരാൾക്ക് വിടുതലോ ലഭിക്കില്ല. കാരണം ഈശോ പിതാവിനെ അനുസരിക്കേണ്ടതിന് പകരം പിശാചിനെ അനുസരിക്കുന്നവനായിട്ട് മാറും. അങ്ങനെ മാറിക്കിട്ടാനാണ് പിശാച് തന്റെ രണ്ടാമത്തെ തന്ത്രവും കൂടെ അവിടെ പ്രയോഗിച്ചത്. നമ്മൾ ചിന്തിച്ചോണം, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു, ദൈവവചനം എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവവചനം അനേകർക്ക് പകർന്നു കൊടുക്കുന്നു, എന്നിട്ട് എന്തേ ഫലം പുറപ്പെടുവിക്കാത്തത്? എവിടെയൊക്കെയോ ദൈവവചനത്തോടൊപ്പം മാനുഷിക വചനങ്ങളെ നമ്മൾ അനുസരിച്ചിട്ടുണ്ട്, പിശാചിന്റെ വാക്ക് കേട്ട് എടുത്ത് ചാടിയിട്ടുണ്ട്. യേശുവും നമ്മളും തമ്മിലുള്ള വ്യത്യാസമായി പറയണേ. ഈശോ വചനം പറയുന്നു, പക്ഷെ പിശാചിന്റെ വാക്കനുസരിച്ച് ചാടുന്നില്ല. നാം വചനം പറയുന്നു, വചനം പഠിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു, വചനം അനുസരിക്കുന്നു, അതോടൊപ്പം പിശാചിനെയും അനുസരിക്കുന്നു. ഇതിന്റെ അനന്തര ഫലം എന്തെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിലേക്കും, അനർത്ഥങ്ങളിൽ നിന്നും വീണ്ടും ആപത്തുകളിലേക്കും നമ്മളെ പിശാചിങ്ങനെ ചാടിച്ച് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടല്ലേ ഒന്ന് തീരുന്നതിന് മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ ഒരിക്കൽ പരാതി പറയുകയാണ്, ജീവിതം കുരിശിന്റെ വഴി പോലെ എന്ന് അയാൾ പറഞ്ഞേ. ജീവിതം കുരിശിന്റെ വഴി പോലെ, ഒന്ന് തീരുന്നതിന് മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. എന്നിട്ട് അയാൾ പറയാണ്, ദൈവം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവം തകർക്കുകയല്ല, നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തിട്ട് പിശാചിന്റെ വാക്ക് കേട്ടെടുത്ത് ചാടുകയാണ്. ഈ ചാട്ടമാണ് നമ്മളെ ഈ പരുവത്തിൽ എത്തിച്ചു നിർത്തിയിരിക്കുക. നിങ്ങളെ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. നിന്റെ വായിലിരിപ്പും നിന്റെ കേൾവിയും എല്ലാം നീ ഒന്ന് പരിശോധിച്ചോ. പിശാചിന്റെ വാക്ക് കേട്ട് അതിനനുസരിച്ച് നീ നിന്നെ തന്നെ പിശാചിന്റെ ഉപകരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും നല്ലതിനല്ല. പിന്നെ നീ ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ എത്ര വലിയ അനുഗ്രഹങ്ങൾ ദൈവം മുന്നിൽ വെച്ച് തന്നാലും, ഓർത്തോണം, എത്ര വലിയ അനുഗ്രഹങ്ങൾ മുന്നിൽ വെച്ച് തന്നാലും നിനക്കൊരിക്കൽ പോലും അതിൻ്റെ ശരിയായ സന്തോഷം അതിൽ നിന്ന് ആസ്വദിക്കാനോ അനുഭവിക്കാനോ പറ്റില്ല. കാരണം പിശാചിന്റെ വാക്ക് കേട്ട് നീ ചാടിയതാ. പിശാചിന്റെ വാക്ക് കേട്ട് ചില കല്ലുകൾ നീ അപ്പമാക്കാൻ പോയിട്ടുണ്ട്. നിനക്ക് വേണ്ടത് തരുന്നവനാ ദൈവം. കല്ലിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം ഒഴുക്കി കൊടുത്തവനാ ദൈവം. പാറയിൽ നിന്ന് ജലം കൊടുത്ത ദൈവം. ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് അറിഞ്ഞും പഠിച്ചും പഠിപ്പിച്ചും പോയ നീ ചില ജീവിതത്തിന്റെ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് എവിടെയൊക്കെയോ കല്ലപ്പമാക്കാൻ പോയി. നീ അറിഞ്ഞില്ല പിശാച് നിന്നെ അവന്റെ ഉപകരണമാക്കി മാറ്റിയെന്ന്. പരിശോധിച്ചു നോക്കുക. നിന്റെ ജീവിതത്തില് കല്ല് അപ്പമാക്കാൻ പോയിട്ടുണ്ട് നീ. അതുകൊണ്ടാണ് നിന്റെ അപ്പത്തിന് പലപ്പോഴും തടസ്സം വരിക. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും സമൃദ്ധി കുറഞ്ഞു പോയത്. ചിലർ പറയാറുണ്ട്, മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചിരുന്നത് അതീവ സമൃദ്ധിയായിരുന്നു, എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ 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 പരിതാപകരമായ സ്ഥിതിയാണ്. പരിതാപകരമായ ഇതിന്റെ കാരണം എന്തെന്നറിയോ? എവിടെയോ കല്ല് അപ്പമാക്കാൻ പോയി. ആരുടെ വാക്ക് കേട്ടിട്ടെന്നറിയോ? പിശാചിന്റെ. ഇത് വളരെ കുഴപ്പം ചെയ്യും. എത്രയോ സ്ഥലങ്ങളിൽ പിശാചിന്റെ വാക്ക് കേട്ടെടുത്ത് ചാടി. ദൈവത്തിന്റെ വചനത്തെ താൽക്കാലികം എന്ന മട്ട് കേട്ടിട്ട് അതങ്ങ് മാറ്റിവെച്ചിട്ട് മനുഷ്യന്റെ അതരത്തിലൂടെ പ്രവർത്തിക്കുന്ന പിശാചിന്റെ വാക്ക് കേട്ടിട്ട് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എടുത്ത് ചാടിയിട്ടുണ്ട്. എത്രയോ ആസക്തികളിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. എത്രയോ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ എടുത്ത് ചാടിയിട്ടുണ്ട്. പരിശോധിച്ചോണം. ഇതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ സാധ്യതകളിൽ നിന്ന് നീ അകറ്റപ്പെട്ടത്. ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ പിന്നെ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം മുഴുവൻ ഇപ്പൊ പിശാചിന്റെ കയ്യില്ല. ദൈവവചനം നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി തരുന്നില്ല. ദൈവവചനം നിനക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. നീ ധ്യാനിക്കുന്നു, നീ പ്രാർത്ഥിക്കുന്നു, നീ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നു, പക്ഷേ നീ അടിമയാണ്. അല്ല, വചനം പറയുന്നത് ഇനിയും നിങ്ങൾ അടിമത്തത്തിന്റെ നുകത്തിന് കീഴിലായി പോകരുത്. ഇനിയും നിങ്ങൾ അടിമത്തം വഹിക്കരുത്. വെച്ചു കൊടുക്കാതല ഒരൊറ്റ വാക്കിൽ ചിതറിപ്പോകുന്നു നമ്മുടെ ആത്മീയത. പിശാച് പറയുന്നുണ്ടല്ലോ, എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. എന്നെ ആരാധിച്ചാൽ പിന്നെ ഒരിക്കൽ പോലും പിതാവിനെ ആരാധിക്കാനോ പിതാവിനോട് പ്രാർത്ഥിക്കാനോ പറ്റില്ല. എന്നെ ആരാധിച്ച ഇതെല്ലാം തരാം. പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ദിവ്യകാരുണ്യ ആരാധനയിൽ പോയിരുന്നൊരു വ്യക്തി, മുടങ്ങാതെ പള്ളിയിൽ പോയിരുന്നൊരു വ്യക്തി, ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി പിശാച് ഇട്ടുകൊടുത്തപ്പോ ചില വ്യക്തികളുടെ വാക്ക് കേട്ട് 1-ാം പ്രമാണ ലംഘനം നടത്തി
ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്ത് താൽക്കാലത്തേക്കെങ്കിലും പിശാചിന് കൊടുത്തു. ഇവിടെ പിശാച് പറഞ്ഞു വെക്കുക, ജീവിതകാലം മുഴുവൻ എന്നെ ആരാധിക്കണമെന്നല്ല, എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം തരാം. വളരെ ചെറിയൊരു കാലയളവ്, വളരെ ചെറിയ സമയം, എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം തരാം. ഈ വാക്ക് കേട്ട് ആരാധിക്കാൻ പോയി. പ്രിയപ്പെട്ടവർ, ഈ വാക്ക് കേട്ട് ഈ വ്യക്തി ആരാധിക്കാൻ പോയി. പിന്നെ ഒരിക്കൽ പോലും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കടന്നു വന്നിട്ടില്ല. ഇയാളുടെ ആരാധനകളും ഇയാളുടെ പ്രാർത്ഥനകളും ഇയാളുടെ ദൈവിക വിളികളും ഒന്നും ഇയാൾക്ക് ഫലം പുറപ്പെടുവിച്ചിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ഇയാള് മനുഷ്യന്റെ വാക്ക് കേട്ടുപോയി. പ്രിയപ്പെട്ടവരെ, കഠിനമായ പ്രാർത്ഥനാ മുറകളിലൂടെയൊക്കെ ഈ മനുഷ്യൻ കടന്നുപോയി. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ദൈവം എൻ്റെ കാര്യത്തിൽ സംപ്രീതനാവുന്നില്ല? ബാലിന്റെ പ്രവാചകനെ പോലെയായി മാറി. ബാലിന്റെ പ്രവാചകനെ പോലെ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുത്തിട്ട് മാറ്റിവെച്ച് പിശാചിന് കൊടുത്തിട്ട് പിന്നെ തിരിഞ്ഞു വന്ന് വീണ്ടും പഴയ പോലെ ദൈവത്തെ കൂട്ടുപിടിക്കാമെന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നഷ്ടം നമുക്ക് തന്നെ. ശക്തമായ മുന്നറിയിപ്പ് ദൈവം തരുകയാണ്. ആരാധന നടത്തി അടിമയാക്കാൻ നോക്കി. ചില വ്യക്തികളുടെ വായിലൂടെ ചില വാക്കുകൾ പറയും, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കൊടുത്താൽ നിന്നെയും കൊണ്ടത് പോകും. അത് ശക്തമായ മുന്നറിയിപ്പാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28 തുടങ്ങി വചനം പരിശോധിക്കുമ്പോൾ, പിശാച് ബാധിതനിൽ നിന്നിറങ്ങിയ പിശാചുക്കള് പന്നിക്കൂട്ടത്തിൽ പോയിക്കോട്ടെ എന്നാ ചോദിക്കുക. പന്നിക്കൂട്ടത്തിൽ പോയിക്കോട്ടെ. ഈശോ അനുവദിച്ചു കൊടുക്കാണ്. പന്നിക്കൂട്ടത്തിലേക്ക് അവർ പോയി. ഒരു അവസരം കൊടുത്തതാ പന്നിക്കൂട്ടത്തിൽ കയറാൻ. തുടർന്ന് നമ്മൾ കാണുകയാണ്, അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അനുഗ്രഹത്തിനും അത്ഭുതത്തിനും അപ്പം വർദ്ധിപ്പിക്കാനും ഒന്നുമല്ല വന്നത്. പട്ടണം മുഴുവൻ വന്നിട്ട് അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. ഇതാണ് പ്രാർത്ഥന. ഒരു പട്ടണം മുഴുവൻ യേശുവിനെ തപ്പി വരിക, അന്വേഷിച്ച്. എന്നിട്ട് പറയുന്നു, വിട്ടുപോ, പട്ടണം വിട്ടുപോ. ഒരു പന്നിക്കൂട്ടത്തിൽ കയറാൻ അവസരം കൊടുത്തതാ പിശാചിന്. അപ്പൊ മനുഷ്യരിൽ കിട്ടിയ എന്തായിരിക്കും സ്ഥിതി? പട്ടണം വിട്ടല്ല പോവുക, അവന് പിന്നെ സ്വർഗം പോലും കിട്ടില്ല. പരിശോധിച്ചോണം. ഒരു പന്നിക്കൂട്ടത്തിലേക്ക് പിശാചിനൊരു അവസരം കൊടുത്തപ്പോ പിശാചിന്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഒരു പട്ടണം മുഴുവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒരു പട്ടണം മുഴുവൻ. ഒരു മനുഷ്യനുള്ള പിശാച് ഒരു പന്നിക്കൂട്ടത്തിൽ കയറി, പന്നിക്കൂട്ടം മുഴുവൻ കടലിൽ പോയി. തൊട്ടടുത്ത മിനിറ്റിൽ അടുത്ത അവസരം കാണുക, പട്ടണം മുഴുവൻ വരിക. വന്ന ജനം പറയുന്നു, നീ ഞങ്ങളോടുകൂടെ വസിക്കണമെന്നല്ല പറഞ്ഞേ, നീ എന്നും ഞങ്ങളുടെ ദൈവമായിരിക്കണമെന്നല്ല പറഞ്ഞേ, നീ ഞങ്ങളുടെ കർത്താവായിരിക്കണമെന്നല്ല പറഞ്ഞേ, നീ ഞങ്ങളുടെ രക്ഷകനായിരിക്കണമെന്നല്ല പറഞ്ഞേ. മറിച്ച് അവർ പറയാണ്, വിട്ടുപോ, അതിർത്തി വിട്ടുപോ. പ്രിയപ്പെട്ടവരെ, പരിശോധിക്കണം. ദൈവത്തെ ആട്ടിപ്പായിക്കാനുള്ള തന്ത്രം വരെ പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ അവസരം അവന് കിട്ടിയാൽ മതി. നിന്റെ കുടുംബാംഗങ്ങള്, നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ പിശാചിനെ തള്ളിപ്പറയുന്ന, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിശാചിനെ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഒരവസരം നീ പിശാചിന് കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ശക്തനായ ദൈവം, അതിശക്തനായ ദൈവം ഒരു മുന്നറിയിപ്പ് തരുകയാണ്. നിന്റെ ജീവിതത്തിൽ പിശാചിന് നീ അവസരം കൊടുക്കരുത്. പത്രോസ് വിചാരത്താൽ അവസരം കൊടുത്തു. കടലിന് മീതെ നടന്നപ്പോഴാ അവസരം കൊടുത്തു. അവനൊന്ന് സംശയിച്ചു, നേരെ താഴേക്ക് പോയി. യൂദാസ് അത്യാഗ്രഹം കൊണ്ടൊരു അവസരം കൊടുത്തു, അതവന് സ്വർഗം പോയി കിട്ടി. ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. അദ്ദേഹം വാക്കുകൊണ്ട് അവസരം കൊടുത്തു. വാക്കുകൊണ്ടും വിചാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ അവസരം കൊടുത്ത് പിശാചിന്റെ ഉപകരണങ്ങളായി പോയിട്ട് അതിൻ്റെ പാടുപീടകൾ അനുഭവിച്ചവര് വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങോളം ഇങ്ങോളം ഈശോ എടുത്തിങ്ങനെ മുന്നിൽ നിരത്തി തരുമ്പോൾ കണ്ടും കൊണ്ടും പഠിച്ചിട്ടും പഠിക്കാത്തവരാ നമ്മിൽ പലരും. അതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശോധിക്കുക. പിശാചിന് സംസാരിക്കാനോ ഇടപെടാനോ അവസരം കൊടുക്കരുത്. വ്യക്തികളിലൂടെയും സാധ്യതകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അവൻ്റെ പണി എടുത്തുകൊണ്ടേയിരിക്കും. തിരിച്ചറിവുള്ളവരാവുക, ശക്തരാവുക, അനുഗ്രഹത്തിൻ്റെ അവകാശികളാവുക. കണ്ണടച്ച് ഒരു മിനിറ്റ് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്ക്. കർത്താവ് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ്. പിശാചിനോട് പറയുന്നു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം പോയി. എല്ലാവരുടെയും നടുവിലേക്ക് ഉപദ്രവമൊന്നും വരുത്തിയില്ല. കർത്താവിൻ്റെ വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ വാക്കനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച് ചുവട് വെച്ചാൽ ദൈവം അവനെ ആട്ടിപ്പായിക്കും. നമുക്ക് ഉപദ്രവമൊന്നും വരില്ല. ശക്തനായ ദൈവം, അത്ഭുതകരമായ ഇടപെടൽ
നമ്മുടെ ജീവിതത്തിൽ നടത്തുവാനിടയാകട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആമേൻ.